അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ ഒരു പരിശുദ്ധമായ മാസത്തിലാണ് നമ്മളുള്ളത്. അതായത് റജബ് മാസമാണ്. ധാരാളം അജബുകൾ കൂടിയ ഒരു മാസമാണല്ലോ റജബ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ മഹാന്മാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അവരൊക്കെ വലിയ കുതിച്ചതാണ് റജബ് മാസം എന്നും അനുഭവിക്കണം. കാരണം റജബും കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞ് പിന്നീട് നമ്മളിലേക്ക് എത്തുന്നത് വലിയൊരു മാസമാണല്ലോ റമളാൻ. ആ റമളാനിലേക്ക് തയ്യാറാകാനുള്ളൊരു സൂചന കൂടിയാണ് റജബ് മാസം എത്തുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ റജബിൽ പ്രത്യേകമായി നമ്മളൊന്ന് ദ്വാരക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാനൊക്കെ ദ്വാരക്കുന്നത്. റമളാൻ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു, ഒന്ന് തയ്യാറാവുക, അതിലേക്കൊരു സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ഒരു ദുആക്ക് നമ്മളെ മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എത്രമാത്രം മഹത്വമുള്ളൊരു മാസമാണ് റജബ് എന്നുള്ളത് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. മഹാന്മാരൊക്കെ പറയുന്നത് കാണാം. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ റജബ് മാസത്തിന് കുറച്ചു മുമ്പ് അദ്ദേഹത്തിനിക്ക് രോഗപ്പെട്ടു. അദ്ദേഹം രോഗബാധിതനായി. ഇനി ഏതായാലും അതിൽ മരണപ്പെടുക എന്നുള്ളൊരു സൂചന അദ്ദേഹത്തിനും കിട്ടിയപ്പോൾ അയാൾ ദ്വാരന്നതാണ്, റബ്ബേ ഏതായാലും ഇതുവരെ എത്തിച്ചല്ലോ, ഇനി എന്നൊന്നു റജബ് മാസം വരെ നീ എത്തിക്കണേ, ആ റജബ് മാസത്തിലായിരിക്കണേ എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ മരണം ഏതായാലും ഉറപ്പാണ്. മരണത്തിലുള്ള സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുള്ളതും അതും ഉറപ്പാണ്. ഇനി മരിക്കുമെന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും ഇപ്പോൾ മരിപ്പിക്കാതെ കുറച്ചു കാലം നീട്ടിയിട്ട് എനിക്ക് റജബ് വരെ എന്നൊന്ന് മാറ്റി നിർത്തണേ എന്ന് ബഹുമാനപ്പെട്ടവർ ദ്വാരുന്നതിൻ്റെ പേരിൽ. എന്നിട്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു അങ്ങനെ ദ്വാരക്കാനുള്ള കാരണം റജബ് മാസത്തിൽ ഫീഹി ഉതഖാഉൻ, ആ റജബ് മാസത്തിൽ നീ എത്രയോ അടിമകളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്നുണ്ടല്ലോ അല്ലാഹ്, അപ്പം ആ കൂട്ടത്തിലൊന്ന് എനിക്ക് പെടാൻ സാധിക്കുമല്ലോ എന്ന് കരുതി, അങ്ങനെ കരുതിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ദുആ ചെയ്യാൻ കാരണമെന്നും മഹാന്മാർ പറയുന്നു. സ്വാലിഹീങ്ങളുടെ ദുആ അല്ലേ, അതിന് അല്ലാഹു കേൾക്കുമല്ലോ, ഉത്തരം നൽകുമല്ലോ. അതേ അദ്ദേഹത്തിൻ്റെ ആശ പോലെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനിക്ക് കുറച്ചും കൂടി ആയുസ് കൊടുക്കുകയും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ റജബ് മാസത്തിൽ മരണപ്പെട്ടു എന്നും ചരിത്രകാർ പറയുന്നത് കാണാം. ഇവിടേക്ക് നാം ചിന്തിക്കേണ്ടത് മഹാന്മാർ മുൻഗാമികളൊക്കെ എത്രമാത്രം റജബ് മാസത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവർ അത്രമാത്രം ബഹുമാനിച്ചു? അവർക്കറിയാം റജബിൻ്റെ മഹത്വം, റജബിൻ്റെ പോരിശ. നമുക്കത്രത്തുള്ള മഹത്വങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അതിനെക്കുറിച്ച് നാം പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇതിന് പരിഹാരം നല്ല നിലയ്ക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, റബ്ബിലേക്ക് മനസ്സ് തിരിക്കുക. എല്ലാ മഹാന്മാരും എല്ലാ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളും ഏറെ ബഹുമാനിച്ച ഒരു പരിശുദ്ധമായ മാസമാണ് റജബും ഇനി വരാൻ പോകുന്ന ശഅബാനും. അതിനുശേഷം വളരെ മഹത്വമുള്ള മാസമാണ് റമളാനും. ഈ 3 മാസമൊന്നും നല്ല നിലക്ക് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഇബാദത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹു സാധിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.